എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ ക്ലാസ്, പുതിയൊരു ലെസണിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠമായിട്ടുള്ള സപ്തസ്വരങ്ങൾ, രാഗം മായാമാളവ ഗൗള, താളം ആദി, 4 കാലങ്ങൾ, അത് നമ്മൾ താളമടിച്ച് 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം എങ്ങനെ പാടാം, അതിനെ എങ്ങനെ നമുക്ക് സാധകം ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും പാടിയതുമെല്ലാം. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുന്നവർ അതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പാടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 4 സപ്തസ്വരങ്ങൾ, 4 കാലം നമ്മൾ പാടി അത് സാധകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെസണായിട്ട് നമുക്ക് രണ്ടാമത്തെ ലെസണായിട്ട് നമ്മൾ പാടുന്നത് സരളി വരിസകളാണ്. സരളി വരിസകൾ അല്ലെങ്കിൽ സ്വരാവലികൾ എന്ന് പറയും. സരളി വരിസകൾ വളരെ സരളമായൊരു ഫോമാണ്, വളരെ ലൈറ്റായിട്ടുള്ള വളരെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫോമാണ് സരളി വരിസകൾ. വളരെ സരളമായിട്ടുള്ളതാണ്. സപ്തസ്വരങ്ങളെ തന്നെ നമ്മൾ ഓരോ സ്വരങ്ങൾ കൂട്ടി ആരോഹണത്തിലും അവരോഹണത്തിലും പാടുന്ന ഒരു രീതിയാണ് സരളി വരിസകൾ. അതിൻ്റെ വളരെ സരളമാണ്, വളരെ ലളിതമാണ് അതിൻ്റെ ഒരു ഫോം, അതിൻ്റെ ആ ഒരു ഘടന വളരെ ലളിതമാണ്. ആരോഹണത്തിൽ 2 സ്വരമാണെങ്കിൽ അവരോഹണത്തിൽ 2 സ്വരമായിരിക്കും. സരി സരി എന്നാണ് ആരോഹണത്തിൽ എങ്കിൽ അവരോഹണത്തിൽ സനി സനി എന്നായിരിക്കും. ആരോഹണത്തിൽ സരിഗ സരിഗ സരി 8 സ്വരമാണ്. ഓരോ ലൈനിലും 8 സ്വരമാണ് വരിക. കാരണം നമ്മൾ ആദ്യ താളം 8 ബീറ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞു അതിനെക്കുറിച്ചെല്ലാം. സരി 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 ഗമ എന്നാണ് സരളി വരിസകളിൽ 1ാമത്തെ എക്സർസൈസ് തുടങ്ങുന്നത്. അപ്പം സരി സരി എന്ന് നമ്മൾ ആരോഹണത്തിൽ പാടുമ്പോൾ അവരോഹണത്തിൽ അത് സനി സനി എന്നാവും. 2ാമത്തെ വരിസകളിൽ സരിഗ സരിഗ സരി, സരിഗ 3 നോട്ടാണ് വരിക, 3 സ്വരമാണ് വരിക. അപ്പോൾ അവരോഹണത്തിൽ സനിധ, അവിടെയും 3 സ്വരമാണ് വരിക. 3ാമത്തെ എക്സർസൈസായിട്ട് വരുന്നത് സരിഗമ സരിഗമ, അപ്പോൾ 8 സ്വരമായി. സരിഗമ 4 സ്വരം. അവരോഹണത്തിൽ സനിദപ സനിദപ. അപ്പോൾ ആരോഹണത്തിൽ 4 സ്വരം, അവരോഹണത്തിൽ 4 സ്വരം. അപ്പം ആരോഹണത്തിൽ എത്ര സ്വരങ്ങളാണോ നമ്മൾ പാടുന്നത് അതേ ഓർഡർ ആയിരിക്കും അവരോഹണത്തിലും അതേ സ്വരത്തിൻ്റെ എണ്ണങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ വളരെ ലൈറ്റാണ് അതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. സപ്തസ്വരങ്ങളെ തന്നെ നമ്മൾ ആദ്യം ഇപ്പോൾ പഠിച്ചു. സരി ഗമ പദ നി സനി ദ പ മ ഗ രി സ സരി സനി. അപ്പോൾ സരി താഴെയാണെങ്കിൽ സനി മുകളിലാണ്. കാരണം എന്താ, ഡിസെൻഡിങ് ഓർഡറാണ് സനി എന്ന് പറയുന്നത്. സരി എന്ന് തുടങ്ങുന്നത് അസെൻഡിങ് ഓർഡറാണ്, ആരോഹണ ക്രമമാണ്. അപ്പോൾ താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ പോവുക. സരി ഡിസെൻഡിങ് ഓർഡർ ആകുമ്പോൾ നമ്മൾ അവരോഹണ ക്രമമാകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കാണ് സനി. അപ്പം ആരോഹണം എന്ന് പറയുമ്പോൾ സരിന്ന് തുടങ്ങുന്നതെല്ലാം താഴേന്ന് മുകളിലേക്ക് തുടങ്ങണം. സനിന്ന് തുടങ്ങുന്നതെല്ലാം അവരോഹണ ക്രമമാണ്, മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ക്രമത്തിൽ പാടണം. സരിന്ന് തുടങ്ങുന്നതെല്ലാം ആരോഹണ ക്രമത്തിൽ പാടണം. താഴത്തെ സായാണ്. സനിന്ന് തുടങ്ങുന്നത് മുകളിൽ നിന്ന് താഴത്തേക്കാണ്, ഡിസെൻഡിങ് ഓർഡറാണ്, അവരോഹണമാണ്. സനി എന്നുള്ളത് ഡിസെൻഡിങ് ഓർഡർ ക്രമത്തിൽ അവരോഹണ ക്രമത്തിലും പാടണം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ലെസൺ സരളി വരിസകൾ ആണ്. അതിൽ 1, 2, 3 നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളൊന്ന് പാടുന്നത്. അപ്പം കാലങ്ങളെല്ലാം 1-ാം കാലം ഒരടിക്ക് 1 സ്വരം, 2-ാം കാലം ഒരടിക്ക് 2 സ്വരം, 3-ാം കാലം ഒരടിക്ക് 4 സ്വരം, 4-ാം കാലം ഒരടിക്ക് 8 സ്വരം. ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു. ഇതേ കണക്കാണ് നമ്മൾ ഇനി പാടുന്ന എല്ലാ സ്വരങ്ങളും. നമ്മൾ ആദ്യം പഠിച്ച സപ്തസ്വരങ്ങളുടെ അതേ താളത്തിൻ്റെ
അംഗങ്ങളുടെ എല്ലാം കണക്ക് ഒരേ കണക്ക് വെച്ചിട്ടാണ് നമ്മളിനി എല്ലാം പാടുക. അപ്പോൾ നമ്മൾ ആദ്യം സ്വരമാണ് പാടുക. ആ സ്വരം പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ താളം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ സരളി വരിശകൾ 1, 2, 3 ആദ്യം ആ സ്വരം ഒന്ന് പറയും, അതിനുശേഷം നമ്മളത് പാടും. ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എഴുതിയെടുക്കുക, അതിനുശേഷം അത് വീഡിയോ നല്ലപോലെ കേട്ട് അതുപോലെ പാടുക. ഓക്കെ. അപ്പോൾ സരളി വരിശകൾ 1 സരി സരി സരിഗമ 8 സ്വരം, പിന്നെ സരിഗമ പദനിസ ആരോഹണക്രമം. അതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ അവരോഹണം സനി 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 ധപ സനി ധപ മകരിസ. അത് ശരിക്കും നമ്മൾ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പാടുന്നത് ഒരു 2-ാം കാലം എന്ന നിലയ്ക്ക് നമ്മൾ 2ാമത്തെ സ്പീഡ് വെച്ച് നമുക്ക് പാടി തുടങ്ങാം. 1-ാം കാലം നിങ്ങൾക്കറിയാം, ഒരടിക്ക് ഒരു സ്വരം സ രി സ രി സ രി ഗ മ സ രി ഗ മ പ ധ നി സ. ഇങ്ങനെയാണ് അതിൻ്റെ 1-ാം കാലം വരിക. അപ്പോൾ നമ്മളത് കുറച്ചൊരു സ്പീഡ് കൂട്ടിയിട്ടാണ് പാടുന്നത്. അത് നിങ്ങൾക്ക് 2-ാം കാലത്തിൽ സരി സരി അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് പാടാം. സരളി വരിശകൾ 1 സരി 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 ഗ മ സരി ഗ മ പ ധ നി സ സ നി സ നി സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഒന്നുകൂടി പാടാം. സ രി സ രി സ രി ഗ മ സ രി ഗ മ പ ധ നി സ സ നി സ നി സ നി ധ പ സ നി ധ പ മ ഗ രി സ. അതാദ്യം ആ സ്വരത്തിൻ്റെ ട്യൂണ് വൃത്തിയായിട്ട് ആ സ്വരസ്ഥാനങ്ങളൊന്ന് പാടി കൃത്യമാക്കിയതിന് ശേഷം അത് നമ്മൾ ഒന്നെങ്കിൽ 2-ാം കാലത്തിൽ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ 1-ാം കാലത്തിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് 2-ാം കാലത്തിൽ ഒന്ന് പറയാം. സരി 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 ഗ മ സരി ഗ മ പ ധ നി സ സ നി സ നി സ നി ധ പ സ നി ധ പ മ ഗ രി സ സ രി സ രി സ രി ഗ മ സ രി ഗ മ പ ധ നി സ സ നി സ നി സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഇതിപ്പോൾ നമ്മൾ സരളി വരിശകൾ 1-ാമത്തത് 2-ാം കാലത്തിലാണ് പാടിയത്. ഒരടിക്ക് 2 സ്വരം 1 2 1 2 1 2 1 2 1 2 1 2
1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഒരടിക്ക് 2 സ്വരം. അടുത്തത് സരളി വരിസകൾ 2. അതിൽ നമ്മൾ ആദ്യം സരി സരി എന്ന് പാടി, അതിനകത്ത് ഒരു സപ്തസ്വരങ്ങളിൽ ഒരു ഗ കൂടി നമ്മൾ കൂട്ടുന്നു. സ രി ഗ സ രി ഗ സ രി. അപ്പൊ 8 സ്വരമായി. പിന്നെ സ രി ഗ മ പ ധ നീ സ. അവരോഹണം സ നീ ധ സ നീ ധ സ നീ. അപ്പോൾ 8 സ്വരമായി. അത് കഴിഞ്ഞാൽ സ നീ ധ പ മ ഗ രി സ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നവർ ഒരു നല്ല വൃത്തിയായിട്ടൊരു ബുക്ക് എടുത്ത് ഇതെല്ലാം കൃത്യമായി അതിൻ്റെ പേരുകൾ, ഒന്നാമത്തത് രണ്ടാമത്തത് മൂന്നാമത്തെന്നുള്ളത് ആ ഒരു ഇൻഡെക്സ് നമ്പർ കൃത്യമായിട്ട് എഴുതി നോട്ട് എഴുതി വെച്ചോണം. അത് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഓർഡർ കിട്ടാൻ വേണ്ടി നോട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ സരളി വരിസകൾ രണ്ടാമത്തത് പാടാം. ആദ്യം സ്വരം ഒന്ന് പാടാം, അതിനുശേഷം താളം കാണിച്ചു തരാം. സ്വരം ഇങ്ങനെയാണ്: സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ. ഡിസെൻഡിങ് ഓർഡർ: സ നീ ധ സ നീ ധ സ നീ സ നീ ധ പ മ ഗ രി സ. ഒന്നുകൂടെ പാടാം: സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ. സ നീ ധ സ നീ ധ സ നീ സ നീ ധ പ മ ഗ രി സ. ആ താളം അടിച്ചു പാടാം: സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ. സ നീ ധ സ നീ ധ സ നീ സ നീ ധ പ മ ഗ രി സ. സ രി ഗ സ രി ഗ സ രി സ രി ഗ മ പ ധ നീ സ. സ നീ ധ സ നീ ധ സ നീ സ നീ ധ പ മ ഗ രി സ. 2. അടുത്ത മൂന്നാമത്തത് സ രി ഗ മ സ രി ഗ മ. 8 സ്വരം. പിന്നെ സാധാരണ പോലെ സ രി ഗ മ പ ധ നീ സ. അവരോഹണം: സ നീ ധ പ സ നീ ധ പ സ നീ ധ പ മ ഗ രി സ.
അപ്പം സ രി ഗ മ, സ രി ഗ മ, സ രി ഗ മ, പ ധ നീ സ, സ നീ ധ പ, സ നീ ധ പ, സ നീ ധ പ, മ ഗ രി സ. ഒന്ന് പാടാം. സ രി ഗ മ, സ രി ഗ മ, സ രി ഗ മ, പ ധ നീ സ, സ നീ ധ പ, സ നീ ധ പ, സ നീ ധ പ, മ ഗ രി സ, സ രി ഗ മ, സ രി ഗ മ, സ രി ഗ മ, പ ധ നീ സ, സ നീ ധ പ, സ നീ ധ പ, സ നീ ധ പ, മ ഗ രി സ. സരളി വരിസകൾ നമ്മൾ സാധാരണ 10, 12, 14, 16, 22 അങ്ങനെ പല എണ്ണങ്ങൾ നമ്മൾ കൂട്ടി സ്വരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പാടുന്നുണ്ട്. ഇപ്പം നമുക്ക് മിനിമം ഒരു 10, 12 അല്ലെങ്കിൽ ഒരു 14 അതെങ്ങനെ വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പാടുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം നമ്മൾ പാടിയിരിക്കുന്നത് സരളി വരിസകളിലെ ആദ്യത്തെ 3 വരിസകളാണ് ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പാടിയതും നിങ്ങൾക്ക് പറഞ്ഞു തന്നതും. അപ്പം നിങ്ങളത് കൃത്യമായ ഓർഡറിൽ തന്നെ എഴുതി വെച്ച് ഇപ്പം നമ്മൾ 2ാം കാലത്തിലാണ് ഞാൻ ഈ പാടി തന്നിരിക്കുന്നത്. സ രി സ രി. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും നമ്മൾ ഇതിൻ്റെ 1ാം കാലം, 2ാം കാലം, 3ാം കാലം, 4 കാലങ്ങൾ നമ്മൾ സപ്തസ്വരങ്ങൾ പാടിയ പോലെ തന്നെയാണ് നമ്മളെല്ലാ വരിസകളും പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ അകാര, ഇകാരം, മകാരങ്ങളെല്ലാം ഇത് അതുപോലെ തന്നെ നമ്മൾ പാടണം. അതൊക്കെ നമ്മളെല്ലാ ക്ലാസ്സിലും നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇതാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ വരിസകൾ ആദ്യം പഠിക്കുക, പിന്നെ അതിനെ താളമടിച്ചുറപ്പിക്കുക. താളമടിച്ച് ഇപ്പം 2ാം കാലത്തിലാണ്. 2ാം കാലം, 3ാം കാലം, 4ാം കാലം. സരി 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 ഗ മ, സരി 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 ഗ മ. അതുപോലെ സരി ഗ സരി ഗ സരി ഗ സരി ഗ സരി സരി ഗ സരി ഗ സരി. അടുത്ത 4ാം കാലം. അതുപോലെ 3ാം കാലത്തിൽ 3ാമത്തത് 2ാം കാലം തുടങ്ങുന്നത് സ രി ഗ മ, സ രി ഗ മ. 3ാം കാലം വരുമ്പോൾ സ രി ഗ മ, സ രി ഗ മ. 4ാം കാലം വരുമ്പോൾ സ രി ഗ മ, സ രി ഗ മ, സ രി ഗ മ പ ധ നി സ. സനി ധ പ സനി ധ പ സനി ധ പ മ ഗ രി സ. ഇതൊക്കെ നമ്മളിങ്ങനെ അകാര, ഇകാര, മകാരങ്ങൾ നമ്മൾ സപ്തസ്വരങ്ങൾ പാടിയ പോലെ തന്നെ 2, 3, 4 അല്ലെങ്കിൽ 1, 2, 3, 4 കാലങ്ങൾ നമ്മൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ക്ലാസ് നമ്മൾ പറയുന്നത് 2ാം കാലം മുതലാണ്. ഇനി അത് 1ാം കാലം പാടണമെങ്കിൽ സ രി സ രി. അങ്ങനെ ഓരോ താളത്തിൻ്റെ ഓരോ അടിയുടെയും കൂടെ ഓരോ സപ്തസ്വരം 1ാം കാലം പാടിയ പോലെ ആ ക്രമം വെച്ചിട്ട് നിങ്ങൾ അങ്ങ് പാടി പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാന്നാൽ ഒരുപാട് നമ്മുടെ സമയം നിങ്ങൾക്ക് ഒരുപാട് ടൈം ഡിലേ ആവുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 2ാം കാലം തൊട്ട് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് 1ാം കാലം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം എല്ലാം ശരിക്കും 1ാം കാലം തൊട്ട് 4ാം കാലം വരെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം അതുപോലെ മിനിമം 2ാം കാലം തൊട്ട് പ്രാക്ടീസ് ചെയ്യാം. 1ാം കാലം നിങ്ങൾക്കറിയാം, 1ാം കാലം നിങ്ങൾക്ക് അത്രയും ടൈം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നിങ്ങൾ 1ാം കാലം തൊട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, എല്ലാവരും നിർബന്ധമായും എല്ലാ ദിവസവും
ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംഗീതത്തിന് വേണ്ടി ചിലവഴിക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. അപ്പം ഇത്രയും ലെസൺസ് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ സപ്തസ്വരം 4 കാലം എല്ലാ ദിവസവും പാടണം. അകാര ഇകാരം അകാരങ്ങൾ പാടണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സരളി വരിസകൾ 1 തൊട്ട് 3 വരെ, 1, 2, 3. അത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.